പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പ്രതിഷേധം. മലപ്പുറത്തും കോഴിക്കോടും തിരുവനന്തപുരത്തും ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി. ലോക്സഭാ സ്ഥാനാർത്ഥി വി വസീഫിന്റെ നേതൃത്വത്തിലായിരുന്നു മലപ്പുറത്തെ മാർച്ച്. കോഴിക്കോട് വെൽഫെയർ പാർട്ടിയും പ്രതിഷേധ മാർച്ച് നടത്തി. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും. ഷംസീർ, വിജ്ഞാപനമിറങ്ങിയതിന് തൊട്ടു പിന്നാലെ എങ്ങനെയാണ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഉയരുന്നത്? യെസ് ഷംസീർ, പറയാം. പ്രതിഷേധം എത്രത്തോളം ശക്തമാണ്? ഷംസീർ, കേൾക്കാമോ? പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനമിറങ്ങിയതിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമാവുകയാണ്. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും. ഷംസീർ, മലപ്പുറത്തും കോഴിക്കോടും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ചുണ്ടായിരുന്നു. ആരാണ് ആ മാർച്ചിന് നേതൃത്വം നൽകിയത്? എന്താണ് വിവരങ്ങൾ? സംസ്ഥാനത്താകെ തന്നെ ഉയരുകയാണ്. ഡിവൈഎഫ്ഐയുടെയും വെൽഫെയർ പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധമുണ്ടായി. ഡിവൈഎഫ്ഐ കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിൽ പ്രതിഷേധം നടത്തി. മലപ്പുറത്ത് വി വസീഫിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം നടന്നത്. കോഴിക്കോടും അല്പസമയം മുമ്പ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പ്രകടനം അവസാനിച്ചിട്ടുള്ളൂ. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോഴിക്കോട് നഗരത്തിലൂടെ പന്തം കൊളുത്തി പ്രകടനം. അതിനുശേഷം ഇപ്പോൾ ഇവിടെ CAA വിജ്ഞാപനത്തിന്റെ കോപ്പി കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് വെൽഫെയർ പാർട്ടി നീങ്ങിയിരിക്കുന്നത്. രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള നടപടികൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് വെൽഫെയർ പാർട്ടി വ്യക്തമാക്കുന്നത്. നേരത്തെ ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തുമ്പോഴും മതത്തിന്റെ പേരുള്ള വിഭജനം ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന വലിയ പ്രഖ്യാപനമാണ്, മുദ്രാവാക്യമാണ് ഡിവൈഎഫ്ഐ ഉയർത്തിയത്. ആ തരത്തിൽ CAA വിജ്ഞാപനത്തിനെതിരെ വിജ്ഞാപനം പുറത്തുവന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, രാത്രിയിൽ തന്നെ വലിയ തോതിലുള്ള മുദ്രാവാക്യം വിളികളും പ്രതിഷേധവും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയരുകയാണ്. ഇപ്പോൾ വെൽഫെയർ പാർട്ടി നേതാക്കൾ തന്നെ ചേരുകയാണ്. ഇപ്പോൾ ഈ രാത്രി തന്നെ നമ്മൾ പ്രതിഷേധവുമായി മുന്നോട്ട് വരികയാണ്. ഈ സർക്കാർ പെട്ടെന്നാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി ഈ വിഷയത്തിൽ നിങ്ങൾക്കറിയാം, പാർട്ടി ഇതിന്റെ തുടക്കത്തിൽ തന്നെ കോവിഡോട് കൂടി ഈ പരിപാടി നിർത്തിയിരുന്നു സർക്കാർ. വീണ്ടും ഈ ഇലക്ഷന് മുമ്പ് തന്നെ നടപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷാ മുന്നോട്ട് വന്നിരിക്കുന്നു. വിജ്ഞാപനം ഇന്ന് ഇവിടെ വെച്ച് വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകർ കത്തിച്ചിരിക്കുകയാണ്. ഒരു നിലക്കും ഇത് അനുവദിക്കാൻ കഴിയില്ല. നമ്മുടെ മുഖ്യമന്ത്രി ഒരു വർത്തമാനം പറഞ്ഞിരിക്കുന്നു, ഒരു നിലക്കും ഇത് നടപ്പാക്കാൻ മലപ്പുറത്തും കോഴിക്കോടും തിരുവനന്തപുരത്തും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് നടന്നുവരികയാണ്. ലോക്സഭാ സ്ഥാനാർത്ഥി വി വസീഫിന്റെ നേതൃത്വത്തിലായിരുന്നു മലപ്പുറത്തെ മാർച്ച്. വിവരങ്ങളാണ് മുഹമ്മദ് ഷംസീർ നൽകിയത്.